ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ക്രിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആകാൻ പോകുന്ന കാർഡ്സും അതുപോലെ തന്നെ വരാൻ പോകുന്ന പാക്സിനും കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനാട്ടോ. അപ്പോൾ നാളെ വ്യാഴാഴ്ച സാധാപോലെ വ്യാഴാഴ്ച തന്നെ വലിയ മെയിൻ്റെനൻസും അപ്ഡേറ്റും ഒന്നും വരാൻ ചാൻസ് ഇല്ല. മെയിൻ്റെനൻസ് അതുപോലെ തന്നെ ഉണ്ടാവും, അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. കൊണാമി ഇതുവരെ പുറത്തു വിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് അവൈലബിൾ ആകാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് ആദ്യം നമുക്ക് പ്ലെയർ ഓഫ് ദീക്ക് എടുത്ത് നോക്കി നോക്കാം. സോ പ്ലെയർ ഓഫ് ദീക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച UCL ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാധാ പ്ലെയർ ഓഫ് ദീക്ക് ഉണ്ടാവും. അപ്പോൾ UCL പ്ലെയർ ഓഫ് ദീക്കിൽ നമുക്ക് ഇപ്രാവശ്യം അവർ 2 ഷാഡോസ് കാണിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞാൽ നമ്മളുടെ വാൽവെർഡെ ആണ് ഹാട്രിക് അടിച്ചില്ല നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒപ്പം. അപ്പോൾ മൂപ്പര് കിട്ടുള്ള ഒരു ഹാട്രിക് അടിച്ച്, സാധാരണ ബാങ്ക് റോൾ അടിക്കാറ്, ഇപ്രാവശ്യം സാധാ ഒരു ഹാട്രിക് ആയിരുന്നു, എന്ത് വെച്ച് അറിയില്ല. അപ്പോൾ മൂപ്പര് ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ സെക്കൻഡ് ലെഗ് നമ്മൾ നോക്കി, അത് വേറെ കാര്യം. സിറ്റിനപ്പോൾ 5-1 കുഴിച്ചു മൂടി റയൽ മാഡ്രിഡ്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മാർച്ച് അടിച്ചു. ക്വാർട്ടർ ഫൈനൽ എഗെയിൻസ്റ്റ് ബയൺ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ലെഗ് എന്താവും നോക്കാം, അടുത്ത കളി എന്താവും നോക്കാം. അതുപോലെ തന്നെ അടുത്തൊരു പ്ലെയറാണ് നമ്മുടെ കിച്ച കറവസ്കീലിയ. സോ ഇവർ രണ്ടുപേര് എന്തായാലും കൺഫേം ആയിട്ട് പ്ലെയർ ഓഫ് ദീക്കിൽ വരുമെന്ന്. ഇപ്പോൾ UCL പ്ലെയർ ഓഫ് ദീക്കിൽ കിച്ച കറവസ്കീലിയ ഒരു കിടിലൻ ഗോൾഡായിരുന്നു കേട്ടോ ചെൽസിക്ക് എതിരെ കഴിഞ്ഞ ലെഗിൽ. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ കളി ഞാൻ കണ്ടില്ല, റയലിൻ്റെ കളി കാണുന്നതുകൊണ്ട് രണ്ടും സെയിം ടൈം ആയിരുന്നല്ലോ. അപ്പോൾ എന്തായാലും കിച്ച കറവസ്കീലിയുടെ ഒരു കിടിലൻ ഗോളായിരുന്നു. ഒരു ബ്ലിറ്റ്സ് ഗോൾ, നല്ല പവറിലുള്ളൊരു ബ്ലിറ്റ്സ് ഗോൾ പോലുള്ളൊരു ഗോളായിരുന്നു കേട്ടത്. നമ്മുടെ പാരീസ് സെന്റ് ജെർമൻ ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കഴിഞ്ഞ ലെഗിൽ കഴിഞ്ഞ ആഴ്ച കിടിലൻ ഗോളായിരുന്നു. അതിൻ്റെ ഒപ്പം വേറെ ഗോൾ ഇട്ടു. അപ്പോൾ ഇത് 2 ഗോൾ ഇട്ട് നമ്മുടെ കിച്ച കറവസ്കീലിയ. അപ്പോൾ ചെങ്ങാടി ഒരു കാർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വാൽവെർഡെ വരുന്നുണ്ട്. പിന്നെ UCL കാര്യം പറയുന്നത് നമ്മുടെ ബോഡോ ഗ്ലിംഡ് മികച്ച റണ്ണായിരുന്നു നടത്തിയിരുന്നത്. ടോപ്പ് ടീംസിനൊക്കെ അടിച്ച് നിലംപരിശാക്കി വന്ന ടീമായിരുന്നു നമ്മുടെ ബോഡോ ഗ്ലിംറ്റ്. അവസാനം ഇന്റർ മിലാനൊക്കെ അടിച്ച് വെളിയിലിട്ട് വന്നില്ലേ, നമ്മുടെ അത്ലറ്റികോ മാഡ്രിഡിനെ ആയിക്കോട്ടെ എല്ലാവരും അടിച്ച് വെളിയിലിട്ടുണ്ടായിരുന്നതാണ്. അത്ലറ്റികോ മാഡ്രിഡ് അല്ല, ഇന്റർ മിലാൻ. ഓക്കെ, സോ ഇന്നലെ അവർ തോറ്റു നമ്മുടെ സ്പോർട്ടിങ്ങിനെ നമ്മൾ കൈയടി അറിയിക്കുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോർട്ടിങ് നല്ല രീതിയിൽ കളിച്ചു വരുന്ന ഒരു ടീമിനാണ്, നമ്മുടെ പോർച്ചുഗീസ് ടീമായാണ്. അവരാണെങ്കിലും PSG തോൽപ്പിച്ചിട്ടുള്ള ഈ സീസണിൽ ലാസ്റ്റ് മിനിറ്റിന് വെച്ച സുവാരസ്, നമ്മുടെ സ്പോർട്ടിങ്ങിൽ സുവാരസ് പറഞ്ഞ പ്ലെയറില്ല, ഇന്നലെ ലാസ്റ്റ് ഗോളൊക്കെ അടിച്ചത്, 4ാമത്തെ ഗോളോ ആ ചെങ്ങായൊക്കെ അടിച്ചിട്ട് അന്ന് PSG തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ സ്പോർട്ടിങ്. അപ്പോൾ ഇന്നലെ അവർ ബോഡോ ഗ്ലിംറ്റിനെ 5-0 തോൽപ്പിച്ചിട്ടാണ് കയറിയത്, ഒരു രക്ഷയില്ല. അപ്പോൾ സ്പോർട്ടിങ്ങിന് നമ്മൾ കൈയടി അറിയിക്കുന്നുണ്ട്. അതുപോലെ ബോഡോ ഗ്ലിംറ്റ് നല്ലൊരു റണ്ണായിരുന്നു. ഇനി അടുത്തോട്ട് അവർ ഒന്നുകൂടിയും ഇമ്പ്രൂവ് ആയിട്ട് എന്തായാലും അതിലത്തെ കുറേ പ്ലേസിനൊക്കെ റാഞ്ചാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ. എന്നാലും അവരുടെ നല്ല ടീം ഉണ്ടാവും. അടുത്തോട്ടം നല്ലൊരു റണ്ണ് പ്രതീക്ഷിക്കണം. പക്ഷേ അടുത്തോട്ട് ഞാൻ നോക്കണം വേറെ ടീമാണ്, കോമോ, നമ്മുടെ ഫാബ്രിക്കസിൻ്റെ ഉണ്ടല്ലോ, ഫാബ്രിക്കസ് മാനേജറായിട്ട് നമ്മുടെ സിരിയലത്തെ ടീം കോമോ FC. സോ അവരെന്തായാലും ചാമ്പ്യൻസ് ലീഗ് കയറാൻ ചാൻസ് ഉണ്ട്. കിടില റണ്ണാണ് അവരവിടെ നടത്തുന്നത്. അവർ വന്നാലും മികച്ചൊരു ടീമിനെ കാണാൻ പറ്റും നമുക്ക് UCL. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ UCLത്തെ പ്ലെയർ ഓഫ് ദീക്കിലത്തെ ഈ 2 പ്ലേയേഴ്സാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 2 പ്ലേയേഴ്സിനെ അവിടെയും തന്നിട്ടുള്ളത് ബാഴ്സലോണ റയൽ മാഡ്രിഡിനെയാണ്. അതും ഓക്കെ, ഒരെണ്ണം ജോവാ ക്യാൻസലോ. ഓക്കെ, ക്യാൻസലോ ഒരു ഗോൾ ഇട്ടു, പെനാൽറ്റിയൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസലോടെ ഒരു കാർഡ് വരുന്നുണ്ട്. ബാഴ്സലോണ ഇത്ര 5-2 സിവിലിയനെ തോൽപ്പിച്ചത്. അതും അന്ന് ഹോം ഗ്രൗണ്ടിൽ, സിവിലയുടെ ഹോം ഗ്രൗണ്ടിൽ നാണം കെട്ടിട്ടാണ് ബാഴ്സ തോറ്റത് 4-1. അന്ന് ഞാൻ കുറേ ആഘോഷിച്ചായിരുന്നു കേട്ടോ. വേറെ കാര്യം, നമുക്ക് ബാഴ്സലോണ ഫ്രണ്ട്സിനൊക്കെ ഊക്കാനുള്ള ഒരു അവസരമാണല്ലോ. അവർ നമ്മൾ ഊക്കും, നമ്മൾ തിരിച്ചു വെക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 5-2 തിരിച്ചടിച്ചു. മികച്ചൊരു കളിയായിരുന്നു ബാഴ്സയുടെ അടുത്ത് നിന്ന്. എന്തായാലും കിടിലൻ കളിയായിരുന്നു. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ കളി ഉണ്ടായിരുന്നു, 4-1 ജയിച്ച്. അതിന് നമ്മുടെ ഗുള്ളറിൻ്റെ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. ഗുള്ളറിൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു കിടിലൻ എത്ര 68 മീറ്റർ സംതിങ് ലോങ് നിന്നാണ് അത് അടിച്ച് കയറ്റിയത്. ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനായിരുന്നു. അത് വിഷയനാണ്, ഒരു രക്ഷയില്ല. സോ ഗുള്ളറിൻ്റെ ഒരു കാർഡും വരുന്നുണ്ട്. ആ കളി മികച്ച കളിയായിരുന്നു. എല്ലാവരും റയൽ മാഡ്രിഡിൻ്റെ ഇപ്പോഴത്തെ കളി വെച്ച് നോക്കുമ്പോൾ എല്ലാം കിടിലം കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വെച്ച് എനിക്കറിയില്ല, ഇങ്ങനെ കളിച്ചാൽ കൊള്ളാം ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഈ 2 കാർഡാണ് മെയിനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ പ്ലെയർ ഓഫ് ദീക്ക് നോക്കണം, ബാക്കിയുള്ള കാർഡ്സ് നോക്കുകയാണെങ്കിൽ ക്യാൻസലോയ്ക്ക് പകരം നമ്മുടെ ഗുയിക്കറോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊലാറ്റിനോ ഫ്രം നാപ്പോളി, അതുപോലെ തന്നെ മൊളീന് വരാൻ ചാൻസ് ഉണ്ട്. ബോഗ് വരാൻ ചാൻസ് ഉണ്ട് യുവൻറ്റസിൻ്റെ. പിന്നെ നമ്മുടെ കോബി മൈനോ ചങ്ങായി ഇല്ല, നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡർ യുണൈറ്റഡിൻ്റെ ആൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ടോമിയാസ് വരാൻ ചാൻസ് ഉണ്ട്, ആൾ ഇപ്പോൾ അയാക്സിൽ കളിക്കുന്നത്. അതുപോലെ ലിൻസൺ, പിന്നെ റിഗാനി, ഇതൊക്കെ ഡോട്ട്മുണ്ട് പ്ലെയറാണ്. ഞാൻ ഇപ്പോൾ ഡോട്ട്മുണ്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റാംസ്റ്റൈൽ മികച്ച സേവകളായിരുന്നു. ചങ്ങായി ഒരു രക്ഷയില്ല. ആരൊപ്പായിരുന്നു ആൾ, യുണൈറ്റഡിൻ്റെ ഒപ്പമല്ലേ കഴിഞ്ഞ ആഴ്ച? ആരൊപ്പാണെങ്കിലും മികച്ച സേവകളായിരുന്നു. അപ്പോൾ ചെൽസിയോടൊപ്പം. അപ്പോൾ മൂപ്പരൊരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ന്യൂകാസിലിൻ്റെ. ഇനിയിപ്പോൾ UCL നോക്കുകയാണെങ്കിൽ അതിൽ ഇവരല്ലാണ്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കോട്ടുവൈസ് വരാൻ ചാൻസ്. കോട്ടുവ കിടിലൻ സേവകളായിരുന്നു. അതുപോലെ നമ്മുടെ ജൂലിയൻ ആൽവാർസ് കിടിലൻ കളിയായിരുന്നു. പിന്നെ ഗ്രീസ്മാൻ വരാൻ ചാൻസ് ഉണ്ട് അത്ലറ്റിക്കോൻ്റെ.
പിന്നെ റോഡ്രി വരാൻ ചാൻസ് ഉണ്ട്, പെലാസിയോസ് വരാൻ ചാൻസ് ഉണ്ട്, പെലാസിയോസ് മറ്റേ ബയർ ലെവർകൂസൻ്റെ കേട്ടോ. പിന്നെ വില്യം പാച്ചോ, പെഡ്രോ പോറോ, പിന്നെ മാർക്കോ ലെമീന പറഞ്ഞ പ്ലെയർ ആട്ടോ, അതൊക്കെ അറിയില്ല, കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ ഇതില്ല. പിന്നെ ലിവിൻസ് ഹാൾ, ഇത്രയും പ്ലേയേഴ്സാണ് വരാൻ ചാൻസ് ഉള്ളത്. സോ ഇതിൽ ബാഴ്സയുടെ പ്ലേയേഴ്സിനൊന്നും കാണുന്നില്ല. മേ ബി ബാഴ്സയുടെ കഴിഞ്ഞ കളി ന്യൂകാസ്റ്റിലായിട്ട് പെനാൽറ്റിയിലാണ് സോറി അതെൻ്റെ ഓൺ പ്ലേയിൽ വലിയ പെർഫോമൻസ്. പിന്നെ ജോവാൻ ഗാർസിയ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജോവാൻ ഗാർസിയ നല്ല പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഇവരുടെ ഒപ്പം, ന്യൂകാസ്റ്റിലിനൊപ്പം. അപ്പോൾ കൂട്ടോടെ വരാൻ ചിലപ്പോൾ ജോവാൻ ഗാർസിയ വരാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ആ കളി മികച്ച രീതിയിലൊരു പ്ലേ ചെയ്ത് യമാലാണ്. യമാലിൻ്റെ ഒരു നല്ല കളിയായിരുന്നു യമാൽ കളിച്ചത്. എന്തായാലും ഇത്രയും പ്ലേയേഴ്സാണ് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ നമുക്ക് പ്ലെയർ ഓഫ് ദി. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങൾ ആരൊക്കെ വരുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് അപ്കമിങ് ലെജൻസ്, അതായത് എപ്പിക്കും അതുപോലെ തന്നെ ഷോർട്ട് ടൈമൊക്കെ വരാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നാളെ വരാൻ ചാൻസ് ഉള്ളത് ഞാൻ കുറേ അടുത്ത് കാണണം കേട്ടോ, നമ്മുടെ വിക്ടർ വെലഡസ്. സോ ബാഴ്സയുടെ ഗോൾ കീപ്പർ ആയിരുന്നു. സോ മൂപ്പരുടെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിലൊരു നീരാളിയുടെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കോൺസെപ്റ്റാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിൽ വെലഡസിൻ്റെ ഗോൾ കീപ്പർ അങ്ങനെ വന്നിട്ടില്ലല്ലോ നമുക്ക് ലെജൻഡറി ഗോൾ കീപ്പറായിട്ട്. അപ്പോൾ വെലഡസിൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൾ ഡയറക്റ്റ് ഡിഫൻസ് പറഞ്ഞ ഒരു ഗോൾ കീപ്പറായിട്ടാണ് വരാൻ ചാൻസ് നമ്മുടെ വെലഡസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിന് പുറമെ കുറേ കാർഡ്സിൻ്റെ ഒക്കെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ ഞാൻ ഇവിടെ വായിക്കാം. സോ സ്പെഷ്യൽ 30th anniversary കാർഡ്സ് വോളിയം 2 പറഞ്ഞിട്ട് നമുക്ക് കുറേ റൂമേഴ്സ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ സിദ്ധാൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്രനീച്ച നമുക്കറിയാലോ, നമ്മുടെ പെലയ്ക്ക് വേൾഡ് കപ്പ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത പ്ലേയേഴ്സാണ്. 3 വേൾഡ് കപ്പിലും മികച്ച പെർഫോമൻസ് എടുത്ത് നമ്മൾ ഗ്രനീച്ചാണ്. ചെങ്ങായി ബെസ്റ്റ് പ്ലെയറാണ് കേട്ടോ. നമ്മുടെ പെലയുടെ ഒപ്പം വെക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. പക്ഷേ എന്താ പറയുക, വെച്ച് കണ്ടിട്ടില്ല. ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മളന്ന് കളിയേണ്ടില്ല, വേറെ കാര്യം. അതുപോലെ നമ്മുടെ റോബൻ വരാൻ ചാൻസ് ഉണ്ട്, പുതിയ കാർഡ്. പിന്നെ റാമോസിൻ്റെ റയൽ മാഡ്രിഡ് കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. ബെല്ലാക്കിൻ്റെ ബയർ ലെവർകൂസൻ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അത് കുറേ നാൾ മുന്നേ റൂമർ കിട്ടിയാണ്, പക്ഷേ വന്നിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ക്ലോസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡാനി ആൽവസ്, ലോസിയോ, പിന്നെ ജാമി കാരേഗർ വരാൻ ചാൻസ് ഉണ്ട്. അലൻ ഷെയർ വരാൻ ചാൻസ് ഉണ്ട്. നാനി, വിൻസെൻറ്റ് കൊമ്പനി, ഫാബ്രിഗസ്, ആഷ്ലി കോള്, അതുപോലെ എറിക് അബിദാൽ. ചെങ്ങായിക്ക് വന്നാൽ പൊളിക്കും. പിന്നെ നമ്മുടെ മത്യൂസ് സാമർ, അത് ഏതാ പ്ലെയർ, ജർമ്മനിയുടെ പ്ലെയറാണ് കേട്ടോ. പിന്നെ റിക്വൽമി, എൻ്റെ മോനെ റിക്വൽമി സീനാട്ടോ. റിക്വൽമി വന്നതിനെ പൊളിക്കും. ആൾ VRLൻ്റെ കാർഡാണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഗാരി ലിനേക്കർ, ഫാൽക്കാവോ, ഞാൻ ഏത് പ്ലെയർ ഫാൽക്കാവോ, മൊണോക്കോൻ്റെ ഫാൽക്കാവോ, പിന്നെ ഹാഗി. ഇത്രയും പ്ലേസിൻ്റെ ഒരു റൂമർ കാണ്ട് ഇതിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ വെലഡസിനെ കാണിക്കുന്നില്ല. എന്തായാലും വിക്ടർ വെലഡസ് വരാനാണ് ചാൻസ് കൂടുതൽ. ഗോൾ കീപ്പർ വരാൻ ചാൻസ് ഉണ്ടല്ലോ ഇനി. പക്ഷെ എന്തായാലും ആൾ വരാൻ ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത്രയും പ്ലേസിൻ്റെ ഒരു റൂമർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഇൻഫോം ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ ആര് വരാനാണ് എനിക്ക് താല്പര്യം? എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക സിദ്ധാൻ വരാൻ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഗർണീച്ച, റാമോസ്, എന്തായാലും ഇത് എനിക്ക് ആരാ വരാൻ ചാൻസ്, എനിക്ക് ആഗ്രഹം ആരാണോ അവരൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടും. നാനി കൊമ്പനിയൊക്കെ ഉണ്ട്, ഇതിൽ ഫാബ്രിഗസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്കമിങ് ഡേയ്സിൽ എന്തായാലും വരാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും ഇൻഫോർമേഷൻസ് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി. അതുപോലെ തന്നെ ഫ്രീ അല്ല അപ്കമിങ് ലെജൻസ്. പിന്നെ ഫ്രീ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മറ്റേ ഡാനി ഓൾമോയുടെയും ആക്കലെസ്റ്ററിൻ്റെയും കാർഡിൻ്റെ ഇനി അടുത്ത ഇത് ഈ നാളെ മറ്റന്നായിട്ട് ഓപ്പൺ ആവും. നാളെ ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഒന്ന് ഓപ്പൺ ആവും. 10 അങ്ങനെ വെച്ച് ഇറക്കാൻ കിട്ടില്ല നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടുമെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടുക കാർഡ്സും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടില്ല, കളി കുറവാണ്. ഡിവിഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. 2 ആഴ്ച ഡിവിഷൻ വന്നിട്ടില്ല. അതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല ഡിവിഷൻ മാച്ച്. ലൈവ് വരുമ്പോൾ നമ്മൾ കളിക്കാറുള്ളൂ, നമുക്ക് അറിയാമല്ലോ. ലൈവ് വന്നിട്ടില്ല പിന്നെ അങ്ങനെ. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.